Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് നമുക്ക് കോഴിക്കോട്ടുകാരുടെ കണ്ണുവെച്ച പത്തിരി അല്ലെങ്കിൽ മടക്ക് പത്തിരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണിത്. ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിനപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഈ ബോൾസ് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ പൊടിയിട്ടിട്ടല്ല പരത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തിയുടെ വട്ടത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫോൾഡിങ് മെത്തേഡ്. അപ്പോൾ ഈ പരത്തി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരി നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക്. ഇനി അടുത്ത ഒന്നുകൂടെ ഞാൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓയിൽ തടവിയിട്ട് പത്തിരി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8 എണ്ണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പത്തിരിയും വീണ്ടും നമ്മളിതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രൂവ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ 4 സൈഡിലും ഇതിൻ്റെ ഒരു ഡിസൈൻ ഫോം ചെയ്തത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പത്തിരി പരത്തി കഴിഞ്ഞത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഈ പത്തിരി ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായി കുക്കായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോൾഡൊക്കെ ഇങ്ങനെ വിസിബിളായിട്ട് വരും. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പം നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള മടക്ക് പത്തിരി, കണ്ണുവെച്ച പത്തിരി എന്നൊക്കെ പറയും, ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്നും എടുത്തു മാറ്റാം. ഈ പത്തിരി കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊക്കെയാണ് പോപ്പുലറായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പത്തിരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വേറെന്താണ്, നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക.
അതുപോലെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നോമ്പ് കാലത്ത് ഞാൻ കുറേ ജ്യൂസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുണ്ടാക്കുന്ന ഡിഷസിൻ്റെ ഫോട്ടോസ് നിങ്ങളെനിക്ക് മെയിൽ ചെയ്ത് തരികയാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ NISHANA'S@gmail.com എന്ന് പറയുന്ന ഐഡിയിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഈ കണ്ണ് വെച്ച പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒരുപക്ഷെ ഈ പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കാം. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ റെസിപ്പീസിനും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു ദിവസം വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.